നമസ്കാരം. സൈബർ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമായി കേരളം മാറുന്നു. കേസുകളിൽ ഏകദേശം 11 ഇരട്ടി വർധനവ്. ഒറ്റ വർഷം ഓൺലൈൻ തട്ടിപ്പുകാർ അടിച്ചെടുത്തത് ഏകദേശം 201 കോടി രൂപ. സൈബർ കൊള്ളക്കാരെ നേരിടാൻ പോലീസിൽ സൈബർ ഡിവിഷനുമായി സർക്കാർ രംഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപരിചിത വീഡിയോ കോളുകളിൽ തലവെച്ചാൽ പണവും മാനവും പോയത് തന്നെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സൈബർ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമായി തീരുകയാണ് നമ്മുടെ കേരളം എന്ന് പറയാതിരിക്കാനും വഴിയില്ല. സൈബർ കേസുകളിൽ 8 വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത് ഏകദേശം 11 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2016 283 കേസുകളായിരുന്നത് കഴിഞ്ഞ വർഷം 3155ആയി. ഹണി ട്രാപ്പ്, ജോലി വാഗ്ദാനം ഇവയൊക്കെ ചെയ്ത് പണം തട്ടിപ്പ്, ഓൺലൈൻ വായ്പാ തട്ടിപ്പ് എന്നിവയാണ് കേസുകളിലേറെയും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഓൺലൈൻ തട്ടിപ്പുകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകാർ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയത് എത്ര കോടിയാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോയി. 201 കോടി രൂപ. 23,753 പരാതികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ട്രേഡിംഗ് തട്ടിപ്പുകളുടെ മാത്രം 3,394 പേർക്ക് 74 കോടി രൂപ നഷ്ടപ്പെട്ടു. തട്ടിപ്പുകാരുടെ 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും 945 വെബ്സൈറ്റുകളും സൈബർ പോലീസ് ബ്ലോക്ക് ചെയ്തു. ഈ നഷ്ടപ്പെട്ടു പോയ 201 കോടി രൂപയിൽ 20% തുക തിരിച്ചു പിടിക്കാനായി എന്നാണ് ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നത്. 20% മാത്രമാണ്. സൈബർ കേസുകളുടെ അന്വേഷണത്തിനായി തന്നെ ഇപ്പോൾ പോലീസ് സൈബർ ഡിവിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 4 വർഷത്തിനിടെയാണ് കേസുകൾ ഇപ്പോൾ കുത്തനെ ഉയർന്നു പൊങ്ങി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സൈബർ ഇടങ്ങൾ സുരക്ഷിതമല്ല. കേസുകൾ 20%-ലധികം ഹണി ട്രാപ്പ് കേസുകളാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സുന്ദരികളുടെ ഫോട്ടോ വെച്ചുള്ള ഫ്രണ്ട് റിക്വസ്റ്റിൽ നിന്നാണ് ചതിയുടെ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഹണി ട്രാപ്പിൻ്റെ ഒരു തുടക്കമെന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ്. ദിവസങ്ങളുടെ ചാറ്റിങ്ങിൽ ഉറ്റ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം അതിലൂടെ ഒരു വലിയ വിശ്വാസം നേടിയെടുക്കുവർ. പിന്നീട് വീഡിയോ കോളിനായിട്ട് അവരെ ക്ഷണിക്കും. തുടർന്ന് സ്വകാര്യ ദൃശ്യങ്ങളും സംഭാഷണവുമൊക്കെ മറ്റും റെക്കോർഡ് ചെയ്ത് പണം ആവശ്യപ്പെടാൻ തുടങ്ങും. കൊടുത്തില്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അടക്കമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുമെന്നും വല്ലാത്ത തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടാകും. ആ ഭീഷണിപ്പെടുത്തലിൽ ഇവരെല്ലാം വീണുപോകും. പോലീസ് സൈബർ സെല്ലിൽ നിന്നുള്ളവരാണെന്ന വ്യാജേനയും പലപ്പോഴും പലരും വിളിക്കുകയും ചെയ്യും. ഒരിക്കൽ പണം കൊടുത്താലും തുടർന്നും ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗമാണിത്. മാനം പോകുമെന്ന് ഭയന്ന് പലപ്പോഴും പലരും സ്വർണവും വസ്തുവും പണ്ടങ്ങളുമൊക്കെ ഇതൊക്കെ പണയപ്പെടുത്തിയെങ്കിലും ലക്ഷങ്ങൾ നൽകിയവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ എന്നാണ്. വളരെ സങ്കീർണമായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, ആ സൈബർ കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് പോലീസിൽ തന്നെ സൈബർ ഡിവിഷൻ ഇപ്പോൾ ആരംഭിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ രൂപീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്ക് സുരക്ഷ, റിസ്ക് മാനേജ്മെൻറ്റ് കൂടാതെ ഡിജിറ്റൽ ഫോറൻസിക് മേഖലകളിൽ വളരെ വലിയ പ്രാവീണ്യമുള്ളവരാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. ആധുനിക കാലത്തെ സൈബർ വെല്ലുവിളികൾ അത് നേരിടുകയും അത് നേരിടേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ലക്ഷ്യമായിക്കൊണ്ട് നടക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ഡിവിഷനിലും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് പുനർവിന്യാസം വഴിയുമൊക്കെ കണ്ടെത്തുന്ന പോലീസുകാർ ഉൾപ്പെടുത്തിയാണ് ഈ സൈബർ ഡിവിഷൻ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ഇവരുടെ കൈകളിലൂടെയാണ്. ഏകദേശം 2 SP-മാരടക്കം 466 അംഗങ്ങൾ ഈ ഡിവിഷനകത്ത് പ്രവർത്തിക്കുന്നു. സൈബർ ഓപ്പറേഷൻ ആസ്ഥാനം, റിസർച്ച് ആൻഡ് അനാലിസിസ് യൂണിറ്റ്, മാത്രമല്ല സൈബർ പെട്രോള്, സൈബർ പോലീസ് അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയാവും ഡിവിഷനുകളിൽ ഉണ്ടാവുക എന്നുകൂടി സൂചിപ്പിക്കാം. ലോകത്തെവിടെയും സംഭവിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ ഡേറ്റാബേസ്, ആ ഡേറ്റാബേസ് സൃഷ്ടിക്കുവാനും സൈബർ കേസ് അന്വേഷണത്തിലെ കഴിവ് മെച്ചപ്പെടുത്താനുമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായിട്ടുള്ള പരിശീലനം നൽകുകയാണ്. നമുക്കറിയാം, ചിലപ്പോൾ ഈ അപരിചിത വീഡിയോ കോളുകൾ സ്വീകരിക്കരുതെന്നാണ് പോലീസിൻ്റെ തന്നെ മുന്നറിയിപ്പ് എന്നുള്ളത്. അത് എത്ര പേർ പാലിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഒരാഴ്ചക്കിടെ തൃക്കാക്കര സ്വദേശിയുടെ 2.60 കോടി, ആലുവക്കാരൻ്റെ 1.10 കോടി, കൂടാതെ കോഴിക്കോട് ആലപ്പുഴ സ്വദേശികളുടെ 50 ലക്ഷം ഇങ്ങനെ പോയതാണ് അവസാനത്തെ സംഭവങ്ങൾ എന്ന് പറയപ്പെടുന്ന ഡിജിറ്റൽ യുഗത്തിൽ. പണം നഷ്ടമായി 2 മണിക്കൂറിനകം 1930 എന്ന ഹെൽപ്പ് ലൈനിൽ വിവരമറിയിച്ചാൽ പണം തിരിച്ചു പിടിക്കുകയും ചെയ്യാം. എന്നാൽ 10 ദിവസം കഴിഞ്ഞാണ് പരാതി ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പരാതി കിട്ടാറുള്ളത് എന്നാണ്
സൈബർ ഇടങ്ങളിൽ പറയുന്നത്. ഇതോടെ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ തട്ടിപ്പുകാർക്ക് സൗകര്യമാകുന്നുവെന്ന് ഉടൻ തന്നെ വിളിച്ചറിയിക്കുക. സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് വിളിച്ച് സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ അറിയിച്ച് ഏറ്റവും പെട്ടെന്ന് ഈ തട്ടിപ്പുകാരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് 1 ഉം 2 ഉം രൂപയുടെ സൈബർ കുറ്റകൃത്യങ്ങളോ തട്ടിപ്പോ അല്ല നടക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം തന്നെ 201 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് നടക്കുന്നത്. സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്ന തുകയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കപ്പെടുകയും വെറുതെ വരുന്ന അനോണിമസ് കോളുകൾ നമ്മൾ സ്വീകരിക്കുകയും പിന്നെ അത് വീഡിയോ കോളുകളായി രൂപാന്തരപ്പെടുകയും അതിനുശേഷം ആ വീഡിയോ കോളുകളിൽ നിങ്ങളുടെ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കിക്കൊണ്ട് അവർ നിങ്ങൾക്കെതിരെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണം തട്ടിയെടുക്കാൻ അവർ ശ്രമിക്കും. ഇങ്ങനെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഇവിടെ കൂടുതൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരവർ തന്നെ മനസ്സ് വയ്ക്കേണ്ടിയിരിക്കുന്നു. അറിയപ്പെടാത്ത ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക, വീഡിയോ കോളുകളിൽ നിങ്ങൾ ചാറ്റിംഗ് നടത്താതിരിക്കുക.